ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൽ ഞാൻ പറയാനുള്ളത് മഞ്ജു വാര്യർ, റിമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ് ഒരു ഭാഗത്ത്, നമ്മുടെ പാർവതി തിരുവോത്ത് മാത്രം ഒരു മറ്റേ ഭാഗത്ത്. അപ്പൊ ഇവരുടെ അഭിപ്രായത്തിൽ മഞ്ജു വാര്യർ, റിമ, ഗീതു ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ രണ്ടുപേരുടെ പരസ്പര ഇഷ്ടത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവർക്ക് ചിത്രീകരിക്കാം, അല്ലാത്തത് ചിത്രീകരിക്കാൻ പാടില്ല, അല്ലാത്ത അഭിനയിക്കാൻ പാടില്ല, അതൊരു സ്ത്രീ വിരുദ്ധത ആവും എന്നാണ് ഇവർ പറയുന്നത്. സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവായി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് WCC അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്താ പ്രോബ്ലം എന്ന് നമുക്ക് പറയാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നല്ല സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോട്ടെ. അപ്പൊ ഗീതു മോഹൻദാസിനെ അൺഫോളോ ചെയ്തുകൊണ്ടാണ് പാർവതി തിരുവോത്ത് ഇപ്പൊ നിൽക്കുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗീതു മോഹൻദാസ് സംവിധായികയാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പൊ ആളുടെ ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം വരുന്നുണ്ട്, ടോക്സിക്. ഈ ടോക്സിക്കിന്റെ ടീസറൊക്കെ വന്നിട്ടുണ്ട്. ടീസർ വന്നിട്ട് ടോക്സിക്കിന്റെ. അപ്പൊ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? ഗീതു മോഹൻദാസ് ആണ് കേട്ടോ. അപ്പോ ശരിക്കും മമ്മൂട്ടിയുടെ കസബ എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. അതിൽ അത്യാവശ്യം ഒരു നെഗറ്റീവ് ആയിട്ടൊക്കെ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിൽ സ്ത്രീ വിരുദ്ധത കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും, ഈ സ്ത്രീകളെല്ലാവരും നിരന്നിരുന്നൊരു വീഡിയോ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി ഒരുപാട് കുറ്റം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ പർട്ടിക്കുലർ പേഴ്സണാലിറ്റി അല്ല കുറ്റം പറയുന്നത് എന്നൊക്കെ ഒരു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് അഭിനയിച്ച ആ വ്യക്തി അങ്ങനെ അഭിനയിക്കാൻ പാടുണ്ടോ, അങ്ങനെ സ്ത്രീവിരുദ്ധത കാണിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവര് ഉറക്കം ഓളിയിട്ടിട്ട് മമ്മൂട്ടിയെ എന്ന് പേര് പറഞ്ഞുകൊണ്ട്, കസബ എന്ന സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇവര് ഘോരം പ്രസംഗിച്ച ആൾക്കാരാണ് ഇവരെല്ലാവരും, WCC മെമ്പേഴ്സ്. അപ്പൊ നിങ്ങളൊന്നും ആലോചിക്കണം, ഈ WCC മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ അതിലുള്ളതാണ്. പക്ഷെ മഞ്ജു വാര്യർക്ക് ബുദ്ധിയുണ്ട്. എന്താണ്, ഇവരുടെ ഇടയിൽ കയറിയിരുന്ന് ഇങ്ങനെ നിരങ്ങില്ല. ഇവരെല്ലാവരും നിരന്നിരുന്ന് മയക്കും പിടിച്ച് പത്രസമ്മേളനം നടത്തി കസബാനും എല്ലാവരും ഇങ്ങനെ പൊട്ടത്തെറ്റുകളും എന്താ, ഒരാൾ അഭിനയിക്കുകയാണ്, അല്ലാതെ അയാൾ ജീവിക്കുകയായിരുന്നില്ല മമ്മൂട്ടി. എന്നിട്ട് പോലും മമ്മൂട്ടിയെ ഒരുപാട് കുറ്റം പറയുകയും ചെയ്യുമ്പോൾ മഞ്ജു വാര്യർ സ്കൂട്ടായി അവിടെ നിന്ന് എന്ത് ചെയ്ത് പോയി. മഞ്ജു വാര്യർ അതിൽ അംഗമാണ് എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയെ തള്ളിപ്പറയാൻ മഞ്ജു വാര്യർ, അതാണ് ബുദ്ധി. അല്ലാണ്ട് ഇവരെ പോലെ ഇത്രയും തിളങ്ങി നിൽക്കുന്ന പാർവതി തിരുവോത്തൊക്കെ ഫീൽഡ് ഔട്ട് ആവാൻ കാരണം എന്താണ്? ഇങ്ങനെ വെറുതെ തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ട്. റീമ കല്ലിങ്കലൊക്കെ നല്ലൊരു ഭാവിയുള്ള സ്ത്രീയായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായത്? മലയാള സിനിമയെ തന്നെ അടിച്ചാക്ഷേപിക്കുക, നടന്മാരെ ആക്ഷേപിക്കുക, സ്ക്രിപ്റ്റ് ആക്ഷേപിക്കുക, ഇതൊക്കെ തന്നെ ആവുമ്പോൾ അവർ ഫീൽഡ് ഔട്ട് ആവും. പക്ഷെ മഞ്ജു വാര്യർ അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. അത് കണ്ടിട്ടെങ്കിലും ഇവർക്ക് ബുദ്ധി വരണ്ടേ? ഒന്ന് ആലോചിക്കുക, തരി ബുദ്ധിയെങ്കിലും ഇവർക്ക് വരണ്ടേ? ഇവർ ഈ ഫെമിനിസ്റ്റുകൾക്ക് വിചാരം, എല്ലാ ഫെമിനിസ്റ്റുകളല്ല, ഈ കുറച്ച് പേര് ഫെമിനിസ്റ്റുകളുടെ വിചാരം ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്നാണ്. നിങ്ങൾ പറയുന്നത് എല്ലാവരും പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. ലോകം പുച്ഛിക്കുന്നു നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട്. ഞങ്ങളെല്ലാവരും സ്ത്രീകൾ തന്നെയാണ്. നിങ്ങൾ പറയുന്നത് ഒരു സിനിമയിൽ അത് കാണിച്ച സ്ത്രീ വിരുദ്ധതാണ് എന്നാണോ? എന്നിട്ട് അന്ന് എന്തുമാത്രം ആ ഒരു മനുഷ്യനെ, മമ്മൂട്ടിയെ എന്തുമാത്രം ഇവര് പറഞ്ഞു. എന്നിട്ട് സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി ചിത്രീകരിച്ചിരിക്കുന്നു കസബയിൽ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഗീതുവിനെ അൺഫോളോ ചെയ്തിരുന്നു. നമ്മുടെ ഇപ്പോട്ടെ ടീച്ചർ വന്നപ്പോഴാണ് അൺഫോളോ ചെയ്തത്. ഇവരൊക്കെ ഒറ്റ ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഗീതുവിന്റെ ടീച്ചർ വന്നപ്പോ അത് ഏപ്പടത്തെ വെല്ലുന്ന ഒരു ടീച്ചറായി പോയി. അത്രയും വല്ലാത്ത ഏപ്പടത്തിലുണ്ടാകുന്ന വൃത്തികെട്ട സൗണ്ടുകളും ഏപ്പടത്തിലുണ്ടാകുന്ന തരത്തിലുള്ള ഫീലുകളും ഒക്കെയാണ് ആ സിനിമയുടെ ടീസറിൽ പങ്കുവച്ചിരിക്കുന്നത്. അപ്പൊ ഇത് സ്ത്രീ വിരുദ്ധതയല്ലേ? സ്ത്രീകളുടെ സൗണ്ടും കാമകളികളും ഇതൊക്കെയാണോ ടീസറിൽ വിടുന്നത്? അപ്പോ അന്ന് കസബ സിനിമയെ വിമർശിക്കുന്ന സമയത്ത് ഒരു പൊതുവേദിയിൽ ഇരുന്നിട്ട് ഇവരെല്ലാവരും, റീമ കല്ലിങ്കല് അതുപോലെ തന്നെ മഞ്ജു വാര്യർ ഇരുന്നില്ല കേട്ടോ അതില്. WCC അംഗമാണെന്ന് പറഞ്ഞിട്ട് ഇവരൊപ്പം ഇരുന്നില്ല. പക്ഷെ ബുദ്ധിയുണ്ട്, ഇവരെ പോലെ ബുദ്ധിയില്ലാത്തവരല്ല. റീമ കല്ലിങ്കൽ, പിന്നെ ആരൊക്കെ, പാർവതി തിരുവോത്ത്, പിന്നെ ഗീതു മോഹൻദാസ്, ഇവരൊക്കെ നിരന്നിരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിക്കണേ, ആ സിനിമയെ കുറിച്ചിട്ടാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പക്ഷെ പേര് പറയാൻ വേണ്ടി പാർവതി തയ്യാറായിരുന്നില്ല, സിനിമയെ കുറിച്ചോ നടനെ കുറിച്ചിട്ടോ. അപ്പൊ അടുത്തിരുന്ന് പേര് പറയൂ, സെയിറ്റ് എന്നും പറഞ്ഞ് നിർബന്ധിച്ച വ്യക്തിയാണ് ഗീതു മോഹൻദാസ്. അത്രയും പൊട്ടപ്പാടാണ് കസബ എന്നുള്ള ലെവലിൽ നിർബന്ധിച്ച വ്യക്തിയാണ്. ആ വ്യക്തി തന്നെയാണ് ഇപ്പൊ എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ ഒരു വൃത്തികെട്ട ഏപ്പടത്തെ വെല്ലുന്ന തരത്തിലുള്ള ടീസറും സിനിമയും ബിഗ് ബഡ്ജറ്റ് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയോക്കോ, ഡബിൾ സ്റ്റാൻഡ് നിങ്ങളൊന്ന് നോക്കിയോക്കോ. ഒരു വോയിസ് കേട്ടുകൊണ്ട് വരാം കേട്ടോ. I wouldn't want to say it. And one of Kasaba, definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. So when the hero says it, it's obviously glorified. So it gives the license for many other men to do the same thing because it's അവരാണ് സിനിമ എഴുതുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത്. പക്ഷെ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ
ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുക എന്നുള്ളതല്ല. ഞാൻ ചെയ്തത് ഒരു സെൻസ് ഓഫ് പവറിലേക്ക് വരികയാണെങ്കിൽ, എഫക്ട് ഓൺ ദി ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ, യു ഓൾസോ വിത്ത് quoting Spider-Man, you with great power comes great responsibility, is the fact that ഒരു ചെറിയ റിഫ്ലക്ഷൻ നമ്മൾ നടത്തണം. ദാറ്റ് ഇപ്പൊ ഞാനൊരു ഡയലോഗ് പറയുന്നതിന് മുമ്പേ ഒരു 10 ഡിഫറെന്റ് വേയിൽ ഞാൻ ആലോചിക്കും ഇതിനെ വിഷ്വൽ ഗ്രാമറിൽ കാണിക്കുമ്പോൾ അതിന് വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ വരാം. അത് അവിടെ കസബ എന്ന സിനിമയോ മമ്മൂട്ടി എന്ന പേരോ പറയാതിരിക്കുന്ന ആളെ ഈ ഗീതു മോഹൻദാസ് നിർബന്ധിക്കുന്നത് കാണാം. നിർബന്ധിച്ചിട്ടാണ് ഈ പേര് പറയിപ്പിക്കുന്നത്. അപ്പൊ ഈ പേര് പറയുമ്പോ തന്നെ അപ്പുറത്തൊരാൾ റീമാ കല്ലിങ്ങിൽ ഇരുന്ന് പൊട്ടിച്ചിരിച്ച് കമ്മന്ന് വീഴുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അപ്പൊ ഈ ആള് ഭയങ്കര കോൺഫിഡന്റ്, അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ സ്ക്രൂ കയറ്റി തരികയാണല്ലോ. അപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, കസബനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, സ്ത്രീകളെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താ ഉണ്ടായത്? ഇത്രയും മികച്ച പാർവതി തിരുവോത്ത് നല്ലൊരു അഭിനയമായിരുന്നു. ഞാൻ തന്നെ ഒരു സിനിമ ആദ്യമായിട്ടൊരു സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് അയ്യോ എന്തൊരു ഭംഗിയാണ്, എന്തൊരു അഭിനയമാണ് എന്ന് വിചാരിച്ചിട്ട് എന്താണ് ഈ നടിയുടെ പേര് എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഈ നടിയുടെ സിനിമ കണ്ടിട്ട്. ആ സ്ത്രീയെ എന്തായി വളരെ പുറത്തേക്ക് വലിച്ചിട്ടു. ആ സ്ത്രീ ശരിക്കും പോവുകയായിരുന്നു എങ്കിൽ ആ മലയാള സിനിമ തന്നെ കൈയടക്കിയേനെ. അത്രയും അവസരങ്ങൾ നഷ്ടമായി. ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നതാണ്. ശരിക്കും ഗീതുവിനും റീമയ്ക്കും ഒന്നും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പാർവതി തിരുവോത്തിന് അത്യാവശ്യം അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇമാതിരിയുള്ള വെറുതെ അവനവനുണ്ടായ സംഭവങ്ങളല്ല പറയുന്നത്. ഏതോ സിനിമയിൽ നടന്മാർ അഭിനയിച്ച കഥയും പറഞ്ഞ് അവരെ കുറ്റം പറയുന്നു. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ നഷ്ടമായി. ഒരുപാട് സൈബർ ആക്രമണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടൊരു വ്യക്തി ഇരിക്കുന്നുണ്ട് ഗീതു. സ്വന്തം സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇമാതിരിയുള്ള കുറെ പേരെ അവരുടെ കൂടെ നിന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കയറ്റിക്കൂടെ? ഏതെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടർ വെച്ച് കയറ്റിക്കൂടെ? അത് മഞ്ജുവിനെ കയറ്റണ്ട. മഞ്ജു അത്യാവശ്യം കേരളത്തിൽ ഭയങ്കരമായിട്ട് അടിച്ചു പോകുന്ന ആളാണ്. പക്ഷേ ഈ റീമ അതുപോലെ തന്നെ പാർവതി തിരുവോത്തൊക്കെ ഔട്ട്. ഈ WCC ഒന്നാമത് ഈ WCC അംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മലയാള സിനിമയിൽ നിന്ന് തന്നെ ഫീൽഡ് ഔട്ട് ആയ ആൾക്കാരാണ് ഈ WCCയിൽ പോയി ചേരുന്നത്. കുറെ ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട്. ഈ ഫീൽഡ് ഔട്ട് ആവാത്ത ഒരാളും WCCയിൽ പ്രവർത്തിക്കുന്നില്ല. മഞ്ജു വാര്യർ പ്രവർത്തിക്കുന്നില്ല. അംഗമാണ് എന്ന് മാത്രമേ ഉള്ളൂ. WCCയുടെ പ്രത്യേകത അതാ ഞാൻ കണ്ടിരിക്കുന്നത്. ഒട്ടും ആക്റ്റീവില്ലാത്ത കുറെ നടിമാര് വന്നിരുന്നിട്ട് അങ്ങനെയുണ്ടായി ഇങ്ങനെയുണ്ടായി നടന്മാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരാണ് WCCയിൽ ഉള്ളത്. അല്ലാതെ നല്ലൊരു അഭിനയിക്കുന്ന ആൾക്കാര് ചുരുക്കം പേരേ ഉള്ളൂ. 10% ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പൊ ഇത്രയും ഈ മഞ്ജു വാര്യറും റീമയും എന്താ ചെയ്തത്? ഗീതു മോഹൻദാസിന്റെ ഈ ഒരു സ്റ്റോറിയാക്കി ഈ ട്രെയിലർ എടുത്തിട്ടു, പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ ഇത് പാർവതി തിരുവോത്ത് കണ്ടു. പക്ഷെ പാർവതി തിരുവോത്ത് ഗീതു മോഹൻദാസിനെ മാത്രമേ അൺഫോളോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഗീതുവിനെ ടാഗ് ചെയ്തുകൊണ്ട് റീമ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ മഞ്ജു എന്ത് ചെയ്തു? അതിനെ ലൈക്ക് അടിച്ചു. അതായത് പിന്താങ്ങുന്നുള്ള ലെവലിൽ ലൈക്ക് അടിച്ചു. അങ്ങനെ ലൈക്കും കൂടി അടിച്ചപ്പോൾ പാർവതി തിരുവോത്ത് മൗനമാണ്, ഒന്നും പറയുന്നില്ല. ഇനി ഗീതുവിനെ പിന്തുണയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ കുറെ പേര്. നല്ല സിനിമയാണ്, നിങ്ങൾ സിനിമ കണ്ടിട്ട് വിലയിരുത്തും, ഇപ്പൊ തന്നെ പറയല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്ന ഒരേ കാരണം എന്താ വെച്ചാൽ രണ്ടുപേരും പരസ്പര ഇഷ്ടത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതൊരു സ്ത്രീവിരുദ്ധത അല്ല സ്ത്രീവിരുദ്ധതയല്ല, ഒരു സിനിമയല്ലേ അതൊക്കെ. പക്ഷെ ഏപ്പടത്തെ വെല്ലുന്ന രീതിയിലൊക്കെ വേണോ? മറ്റുള്ളവരൊക്കെ നമ്മള് സാധാരണക്കാരും കാണുന്നവരല്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ കസബയില് ശരിക്കും മമ്മൂട്ടി ആ സ്ത്രീയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്ന് പറയുന്നു. അതൊരു ക്യാരക്ടറാണ് പെണ്ണുങ്ങളെ, അതൊരു ക്യാരക്ടറാണ്. അല്ലാതെ ശരിക്കും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ പെരുമാറുന്ന ആളെ അല്ല. എന്നിട്ട് പറയുന്നു സിനിമ ഫുള്ളും കണ്ട് വിലയിരുത്തൂ എന്ന് പറയുന്നു. സിനിമ അഭിനയിക്കല്ലേ. ശരിക്കും സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരു വിവാദം കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോഷനാണ് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ സിനിമ ഇപ്പോൾ വൻ ഹിറ്റായി മാറും. ഭയങ്കര പ്രൊമോഷനായല്ലോ. ടീസറൊക്കെ ഇമാതിരി വെല്ലുന്ന ടീസറും ടോക്സിക്കിന്റെ ടീസറൊക്കെ വന്നിട്ട് ഇങ്ങനെ ഏപ്പറത്ത് വെല്ലുന്ന ടീസറൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഗീതു മോഹൻദാസിന് നെഗറ്റീവ് അടിച്ചാൽ എന്താ, പ്രൊമോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ ഹൈ ലെവൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ താഴ്ത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു പാർവതി തിരുവോത്തിനെ അല്ലെ. അന്ന് ഒരുപാട് ചോരങ്ങൾ തിളപ്പിച്ച് പറയിപ്പിച്ചു. പക്ഷെ ഇപ്പൊ എന്തായി? വെറുതെ ചൊറിയും കുത്തി വീട്ടിലിരിക്കാനായി. വെറുതെ ഉറങ്ങുക, തിന്നുക, എണീക്കുക, ഇത് തന്നെയായി അവരൊരു ശരണം. എന്തുകൊണ്ട്?
എന്തുകൊണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഞാൻ കാരണമാണ് ഫീൽഡ് ഔട്ട് ആക്കിയത് എന്ന് കരുതി അവർക്കൊക്കെ സൺഡേ സിനിമയിൽ എന്തെങ്കിലും ഒരു ഇടം കൊടുക്കാമല്ലോ. അതും ചെയ്തില്ല. മാർച്ച് 19-നാണ് റിലീസ് എന്ന് പറയുന്നു കേട്ടോ. ഞാനും അവരെ സിനിമ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു വോയിസ് കൂടി കേട്ടിട്ട് വരാം. ദിവസമായിരുന്നു ടോക്സിക് എന്ന സിനിമയിലെ നായകനായ യഷിന്റെ പിറന്നാൾ. ഈ യഷിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് ടോക്സിക് സിനിമയിലെ അണിയർ പ്രവർത്തകർ ഈ വീഡിയോ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ യാഷിന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അന്നും ഇതുപോലെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വീഡിയോയിലും അതേ രീതിയിലുള്ള വിമർശനങ്ങൾ ഗീതു മോഹൻദാസ് നേരിടേണ്ടി വന്നു. ഗീതുവിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് WCC അംഗവും കൂടിയായിരുന്നു ഗീതു മോഹൻദാസ് ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന നിലപാട് സിനിമകളിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിരുന്ന ഗീതു മോഹൻദാസ് സംസ്ഥാനം മാറിയപ്പോഴേക്കും അത് മാറുന്നൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയോ സ്വന്തം സിനിമയിൽ തന്നെ ഇതുപോലെ സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന നിലയിലേക്ക് വീഡിയോ ചിത്രീകരിച്ചത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഗീതു കേൾക്കേണ്ടി വന്നത്. ഏതായാലും റിമ കല്ലിങ്കിൽ ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ഗീതുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് രണ്ട് കഥാപാത്രങ്ങൾ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നു. റിമ കോട്ട് ചെയ്യുന്ന കുറച്ചധികം സിനിമകളും കൂടിയുണ്ട്. ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, 4 ഇയേഴ്സ്, മായാനദി. ഇവരങ്ങനെ കുറെ സിനിമകളെയൊക്കെ കുറ്റം പറയുന്നുണ്ട്. ഇപ്പൊ പ്രണവും മോഹൻലാലിനൊക്കെ കുറ്റം പറയുന്നുണ്ട്. അവരൊക്കെ സ്ത്രീവിരുദ്ധത അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇവർക്ക് പറയാൻ പറ്റാത്ത എല്ലാവരെയും ഇവർ പറയുന്നുണ്ട്. ഇത് എന്ത് പറയുന്നത്, സ്വന്തം വീട്ടില് ഇവര് റീമ പറഞ്ഞത് ഒരിക്കലും ഞാൻ ആലോചിക്കുന്നുണ്ട്. സ്വന്തം വീട്ടില് മീൻ വറുത്തത് അനിയന് 2 കൊടുത്തു, എനിക്ക് 1 തന്നു. അപ്പൊ അതിനെതിരെ ഞാൻ ശബ്ദം ഉയർത്തിയിരുന്നു. അന്ന് മുതൽ ശബ്ദം ഉയർത്തി തുടങ്ങിയതാണെന്ന് പറയാം. മീൻ പൊരിച്ചതിലൊക്കെയാണ് അടി കൂടിയിരുന്നത്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഇവര് കിടന്ന് അടി കൂട്ടുന്നത്. അത് റീമയ്ക്ക് മനസ്സിലാകുന്നില്ല. പുരുഷന്മാർ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് സ്ത്രീകളെക്കാളും. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ഇത്തിരി കൂടി അളവിൽ അധികം വേണ്ടി വരും. ഇപ്പൊ മത്സ്യമാണെങ്കിലും ഇറച്ചിയാണെങ്കിലും. അല്ലാതെ ഒരേ അളവിൽ തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾ റീമ അവർ കഴിക്കുന്ന അത്ര അളവിലാണോ, ക്വാണ്ടിറ്റിയിലാണോ ഭക്ഷണം കഴിക്കുന്നത്? അല്ല, അപ്പൊ അവർക്ക് അതിനനുസരിച്ച് സാധനങ്ങൾ വേണ്ടി വരും. എന്നിട്ട് എൻ്റെ അനിയനോ ഏട്ടനോ ആർക്കോ എൻ്റെ വീട്ടിൽ കൂടുതൽ പരിഗണന കൊടുക്കുന്നു, എനിക്ക് പരിഗണന തരുന്നില്ല. അതൊക്കെ അന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു. അതുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി ഇവരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ ഇവരൊക്കെ വീടുകളിൽ ഇങ്ങനെ ഈ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ മോര് വെള്ളമോ ഇത്രയധികം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുകൂടി വന്നവരാണ് ഈ WCC എന്ന് പറഞ്ഞിട്ട് ആ സംഘടന ഉണ്ടാക്കിയിട്ട് അവര് നിൽക്കുന്നത്. 90% കേട്ടോ, 10% നല്ല ആൾക്കാർ അതിലുണ്ട്. മഞ്ജു വാര്യരെ പോലെയുള്ള കുറെ ആൾക്കാരൊക്കെ അതിലുണ്ട് കേട്ടോ WCC-യിൽ. അതെന്താ വെച്ചാൽ ഒരു വുമൺ സംഘടന എന്ന ലെവലില് ആ സംഘടനയ്ക്ക് പേരുദോഷമായിട്ടാണ് ഇവരെ പോലെയുള്ള കുറെ എണ്ണം മയക്കും പിടിച്ചിരിക്കുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പിന്നെ വേറെ എന്താ ഇതിനൊക്കെ പറയാ? ശരിക്കും ഇവര് എന്തിനൊക്കെയാണ് ശരിക്കും ഈ അതിജീവിതയ്ക്ക് അല്ലാതെ വേറെ എന്ത് കാര്യത്തിനാണ് ഇവര് ശബ്ദമുയർത്തിയിരിക്കുന്നത്? എന്തെങ്കിലും കാര്യത്തിൽ ഇവര് ശബ്ദമുയർത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരെ കാണാനേ ഇല്ല ഒന്നിനും. അപ്പോ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.